ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അമ്രോ ലൈഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഗൃദുല വൈഫാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളെ ഊട്ടിയിൽ പോയപ്പോൾ നമ്മളൊരു ഇലക്ട്രിക് കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇലക്ട്രിക് കാറിൻ്റെ വിശേഷങ്ങൾ പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അതിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ അവളെ കൂടാതെ മിഥുനും അഭിഷേകമാണ് കൂടെ ഉണ്ടായിരുന്നത്, കോ ഡ്രൈവർമാരായിട്ട്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ച് കാറിൽ കയറിയിരുന്നു. സീറ്റ് ബെൽറ്റൊക്കെ നോക്കി, സീറ്റ് ബെൽറ്റൊക്കെ ഉണ്ട്. അപ്പോൾ സീറ്റ് ബെൽറ്റ് അവർക്ക് ഇടാൻ നോക്കി. സീറ്റ് ബെൽറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, എങ്കിലും നമ്മളൊരു സേഫ്റ്റി എന്ന നിലയ്ക്ക് ഇട്ട് കൊടുത്തു. ആ കൊച്ചൊക്കെ ഉണ്ടോ ഇടിച്ചിട്ട് കരയാനായിട്ടുണ്ട്. കരഞ്ഞ പോലെ തന്നെയാണ്, നല്ല പോലെ പേടിച്ചിട്ടുണ്ട് പാവം. അപ്പം നല്ലൊരു ഫണ്ണായിട്ടുള്ളൊരു റൈഡാണ് കേട്ടോ ഈ ഇലക്ട്രിക്കൽ കാർ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 5-10 മിനിറ്റോളം നമുക്ക് ഈ കാർ റൈഡ് സഞ്ചരിക്കാവുന്നതാണ്. 5-10 മിനിറ്റ് കഴിഞ്ഞാൽ ഈ കാർ റൈഡ് അവസാനിക്കുന്നതാണ്. ഇത് നല്ലപോലെ ആസ്വദിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത നമുക്ക് ഫാക്ടറിയിലേക്ക്, ടീ ഫാക്ടറിയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാറിൽ പോയ വീഡിയോയും പിന്നെ നമ്മൾ ചായപ്പൊടി ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെ ചായപ്പൊടി ഉണ്ടാക്കുന്നത് ഫസ്റ്റ് പോർഷൻ മുതൽ അവസാനം വരെ പാക്കറ്റ് ആക്കുന്ന വരെയുള്ള പോർഷനും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ 2 വീഡിയോ കൂടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ടീ ഫാക്ടറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചായ കുടിക്കുന്ന ലാസ്റ്റ് ടൈം ചായ കുടിക്കുന്ന തിരക്കാണ് അവിടെ കാണുന്നത്. നമ്മൾ മുകളിലത്തെ ഫ്ലോറിലൂടെ കയറി താഴേക്ക് പോകുന്ന രീതിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ മുകളിലത്തെ നിലയിലാണ് ഈ തേയില ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് പ്രോസസ്സ് തുടങ്ങുന്നത് കേട്ടോ. നേരിട്ട് തോട്ടങ്ങളിൽ നിന്ന് ഫാക്ടറിയിലേക്ക് തേയില ഡംപ് ചെയ്ത ഈ തേയില ഓരോ കുട്ടകളിലായിട്ട് നിറക്കും. ആ കൊട്ടയിൽ നിറച്ച ഈ തേയിലകൾ ഓരോ പ്രോസസ്സിങ്ങിലേക്ക് പോകും. ഇത് വെറുതെ പോയിട്ട് നിറയുന്നതല്ല കൊട്ട. അവിടെ കുട്ട നിറക്കാനായിട്ട് ഒരു ചേച്ചി നിൽക്കുന്നുണ്ട്. ആ ചേച്ചിയാണ് ഈ കുട്ട എല്ലാം തേയില നിറക്കുന്നത്. പതുക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് വളരെ സുഖമായിരിക്കും ഇത് നിറക്കുവാനും.
ഓരോ പ്രോസസ്സിങ്ങിലായിട്ട് ഈ ഇലകളുണ്ടോ പല രീതിയിലാണ് ഈ ഇലകളെല്ലാം മാറി മറിയുന്നത്. അങ്ങനെ ആ ഓരോ പ്രോസസ്സിലൂടെ വന്നിട്ട് താഴേക്ക് ഈ ഹോളിലൂടെ ചാടുന്നത് കാണുന്നുണ്ട് നമ്മൾ. അങ്ങനെ ആ ചാടിയ തേയില നേരെ പോകുന്നത് താഴേക്കാണ്. താഴേക്ക് അവിടുത്തെ ഫ്ലോറായിട്ട് നമ്മൾ ഇറങ്ങണം. അപ്പോൾ ആ ഫ്ലോറിലൂടെ നമ്മൾ ഇറങ്ങിയാൽ ഈ കുഴലുണ്ടോ, ഈ പച്ച കുഴലിലൂടെയാണ് ആ ഇല വരുന്നത്. പക്ഷേ പിന്നീടുള്ള നമ്മൾ കാഴ്ച എന്ന് പറയുന്നത് കണ്ടോ, അരഞ്ഞിട്ടുള്ള ഒരു തേയിലയുടെ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. ആ തേയില തന്നെ പല നിറത്തിലായിട്ട് പോകുന്നു. കുറച്ച് കഴിഞ്ഞാൽ അത് കറുപ്പാവും, പിന്നെ പച്ച കളറാവും. അങ്ങനെ രീതിയിലാണ് നമ്മൾ കാണുന്നത്. കേട്ടോ, ഒരു അരിപ്പ് പോലെയായിട്ട് പോകുന്നുണ്ട്. പിന്നത്തെ പ്രോസസ്സാണ് കേട്ടോ, ഒരു അരിപ്പ് പോലെയാണ് പോകുന്നത്. ആ ഡപ്പിക്കുള്ളിലേക്ക് വന്നിട്ട് അവിടെ ഒരു ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫാന് ഫിറ്റ് ചെയ്ത് എന്താ വെച്ചാൽ ഡ്രൈ ആക്കാനാണ് തോന്നുന്നു. നല്ല ചൂടായിട്ടുള്ള പ്രോസസ്സാണ് ഉള്ളിൽ നടക്കുന്നത് തോന്നുന്നു. ഈ ഡപ്പയ്ക്കുള്ളിൽ ചൂടാക്കുകയാണ് തോന്നുന്നു. അപ്പം അങ്ങനെ വന്ന് ഈ തേയില നേരെ വന്നത് ഈ അരിപ്പയിലാക്കണം. ഈ അരിപ്പയിലേക്ക് നേരിട്ട് വന്നിട്ട് പിന്നീട് വരുന്ന പ്രോസസ്സ് ഉണ്ടാവും. ഈ ഹോളിലൂടെ വന്നിട്ട് പല 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 രീതിയിലേക്കാണ് ഇതായി മാറുന്നത്. വലിയ തരിയും ചെറിയ തരിയും ഒക്കെ ആയി മാറുന്നത് വലിയ തരിയാണ് തോന്നുന്നു. ചെറിയ തരി ഒന്നുകൂടി തരിക്കുന്നുണ്ട്. കുറച്ച് അപ്പുറത്ത് നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ട അപ്പുറത്ത് തന്നെ നമുക്ക് ചെറിയ തരികളായിട്ടുള്ള ചായപ്പൊടിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതെല്ലാം കണ്ടോ വ്യത്യസ്ത രീതിയിലുള്ള പ്രോസസ്സിലൂടെ വന്നിട്ട് പാക്കാവുന്നത്. ഇത് വേറെ ഡിഫറെൻറ്റ് ഫ്ലേവറുകളായിട്ടാണ് മാറുന്നത്. ഇപ്പുറത്ത് കണ്ടോ, ഇപ്പുറത്ത് വേറൊരു പ്രോസസ്സിലൂടെ വന്നിട്ടുള്ള തരിയാണ് അവിടെ ചായപ്പൊടി ആയിട്ടുള്ളത്. ചിലപ്പോൾ ഇത് ഫ്ലേവറാകാം, ചിലപ്പോൾ വലിയ തരിയാകാം, ചിലപ്പോൾ ചെറിയ തരിയാകാം. ഏലക്കായയുടെ ഫ്ലേവറുണ്ട്, ചോക്ലേറ്റ് ഫ്ലേവറുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഫ്ലേവറുകൾ അതിൽ ലഭ്യമാണ്. പല ചായപ്പൊടികളും പല സ്വഭാവം തന്നെയായിരിക്കും, പല ടേസ്റ്റ് തന്നെയായിരിക്കും. പക്ഷെ ഇതെല്ലാം ഒരു തേയിലയിൽ നിന്നാണ് നിങ്ങൾ ഓർക്കണം. അടുത്ത പ്രോസസ്സ് ഫാക്ടറി എല്ലാം കണ്ട് ഈ പ്രോസസ്സെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടുന്ന് ഒരു ചായ തരുന്നുണ്ട്. ആ ചായയുടെ രുചി അത് പ്രത്യേക തന്നെ ഒരു രുചിയാണ്. നമുക്ക് അപ്പോൾ നമുക്ക് ചായപ്പൊടി വാങ്ങാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും. പക്ഷേ എത്ര തന്നെ നമുക്ക് ചായ ഉണ്ടാക്കിയാലും ഈ ചായയുടെ രുചി നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് അച്ഛന്മാരെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അടുത്തൊരു വീഡിയോ